ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണോ ഇത് കാണാത്തത്? സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്തിട്ട് നിർത്താം. ഓഫ് ചെയ്തിടണം അല്ലേ? ഓഫ് ചെയ്തിട്ട് ഓക്കെ. സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യണം ആദ്യം. ഇപ്പൊ ഓക്കെയാണ്, കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ആ, എനിക്ക് ഉള്ളു കാണുന്നില്ല, ഈ ഉള്ളു കിട്ടുന്നില്ല. സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്തിട്ട് PDF ഫയൽ മാത്രം വന്നാൽ മിനിമൈസ് ചെയ്തിട്ട്. സ്ക്രീൻ ഷെയർ ഓഫ് ആക്കണം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴേ പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹന്റെ ചർച്ച ആരംഭിച്ച്, സൂറത്തുൽ ഫാത്തിഹ അതിന്റെ അസ്മാകളും അതിന്റെ മഹത്വമാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇമാമിങ്ങളൊക്കെ സ്വീകരിച്ച ശൈലിയാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓടി അങ്ങ് തഫ്സീർ പറഞ്ഞു പോകുന്നതിന്റെ കാര്യമില്ല, വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എന്താണ്, സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ് എന്നും അത് 7 ആയത്തുകളാണെന്നും 27 കലിമത്താണെന്നും 155 156 ഹർഫുകളാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വിവിധങ്ങളായ പേരുകൾ, സൂറത്തുൽ ഫാത്തിഹന്റെ പേരുകളോട് പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്, ഉമ്മുൽ കിതാബാണ്, അസ്സബുൽ മസാനിയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഷിഫ, അഷാഫിയ, അതുപോലെ സൂറത്ത് അർ റുഖിയ്യ, അൽ വാഫിയ, ഈ പേരുകളൊക്കെയും പറഞ്ഞു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ വേറെ സൂറത്താണ് അവസാനം കാഫിയ സൂറത്ത് എന്ന് പറയും. അഥവാ വേറെ ഒരു സൂറത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ നിസ്കാരത്തിന് എന്താണ്, ഈ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മാത്രം മതിയാകും. എന്നാൽ വേറെ ഒരു സൂറത്തുൽ ഫാത്തിഹന് പകരമാകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ കാഫിയ എന്ന പേരുമുണ്ട്. കാണുന്നില്ലേ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നതൊക്കെ? ഓക്കെ. അതുപോലെ മിൻഹ, ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പേരിൽപ്പെട്ടതാണ് സ്വലാത്ത്. സൂറത്തുൽ ഫാത്തിഹയുടെ വേറൊരു പേരാണ് നിസ്കാരം. സ്വലാത്ത് എന്ന അറബിക് പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ട് മദ്രസയിൽ നിന്ന്, പ്രാർത്ഥന എന്നാണ്. പക്ഷേ സലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ സാങ്കേതിക അർത്ഥത്തിൽ നിസ്കാരം എന്താ, ഫാത്തിഹ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിച്ച പ്രത്യേകമായ വാക്കുകൾക്കും വചനങ്ങൾക്കുമാണ് നിസ്കാരം. നമ്മൾ പണ്ട് മദ്രസ തരീഹ് പഠിച്ചിട്ടുണ്ട്. ആ നിസ്കാരം എന്ന പേര് തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. അതെന്താ അങ്ങനെ പേര് വെക്കാൻ കാരണം? അത് ലിമാ റവാ മുസ്ലിം നബി ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട മുസ്ലിം റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതാ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല മൻ സല്ലാ സലാത്തൻ ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖദാജുൻ സലാസൻ ഗൈറ തമാം. നബി സല്ലല്ലാഹു പറഞ്ഞു, ഒരാൾ നിസ്കാരം നിർവഹിച്ചു, ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ ആകുന്ന ഫാത്തിഹ സൂറത്ത് അയാൾ ഓതിയില്ല എങ്കിൽ ഫഹിയ ഖദാജുൻ, ആ നിസ്കാരം അപൂർണമാണ്, പൂർണ്ണതയില്ലാത്തതാണ്, ന്യൂനതയുള്ളതാണ്. അതാ ഗൈറ തമാം, തമാമില്ലാത്ത നിസ്കാരമാണ് അങ്ങനെ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. ഫഖീല, അപ്പോ ചോദിക്കപ്പെട്ടു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, ഇന്നാ നകൂനു വറാഅൽ ഇമാം, ഞങ്ങൾ ഇമാമിന്റെ പിന്നാലെ ആകലും ഉണ്ടാകുക. സംഗതി ഇമാമല്ലേ ഫാത്തിഹ ഓതുക, അപ്പൊ ഞങ്ങൾ ഇമാമിന്റെ പിന്നാലെ ഉണ്ടാകുമ്പോ എങ്ങനെയാണ്? ഫഖാല, അപ്പൊ റാവിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്റ ബിഹാ ഫീ നഫ്സിക, അങ്ങനെ നിങ്ങൾ എന്താണ് ഇമാമിന്റെ പിന്നാലെയാണ്, നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ സ്വകാര്യമായിട്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹ എന്തായാലും വിടാൻ പറ്റൂല, വേറൊരു സൂറത്ത് പോലെയല്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ സംസ്കാരത്തിൽ അനിവാര്യമായി ഓതേണ്ടതാണ് എന്താണ്, സൂറത്തുൽ ഫാത്തിഹ. അപ്പോ സൂറത്തുൽ ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരം അപൂർണമാണ്, പൂർണ്ണതയില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഇമാമിന്റെ പിന്നാലെ ആണെങ്കിലും എന്ത് വേണം, സ്വന്തമായിട്ട് ആ സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതുണ്ട്. എന്താ പറയാൻ കാരണം? മഹാബായി, ഫൈനി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നിശ്ചയമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്.
ആ ആ റസൂൽ സല്ലല്ലാഹു പറഞ്ഞ കേട്ടു. എന്താ റസൂൽ പറഞ്ഞത്? റസൂൽ പറഞ്ഞു, ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഖുസിമത്തിസ് സ്വലാത്തു ബൈനി വ ബൈന അബ്ദി നിസ്ഫൈനി. നബി സല്ലല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു പറയാണ്, ഖുസിമത്തിസ് സ്വലാത്തു, ഈ സ്വലാത്തിൽ നിസ്കാരത്തെ ഓഹരി ചെയ്യപ്പെട്ടിരിക്കുന്നു, ബൈനി എന്റെ ഇടയിലും ബൈന അബ്ദി എന്റെ അടിമയുടെ ഇടയിലും നിസ്ഫൈനി രണ്ട് ഓഹരിയായി. അല്ലാഹു തആല പറയാ, നിസ്കാരത്തെ അസ്വലാ നിസ്കാരം എന്ന അതിനെ എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ രണ്ട് ഓഹരിയായി വിഹിതം വെച്ചിരിക്കുന്നു. എന്നിട്ട് അള്ള പറയുന്നു, വലിയ അബിദി മാ സഅല, എന്റെ അടിമ എന്താണോ അവൻ ചോദിക്കുന്നത് അവനിക്കുണ്ട്, എന്റെ ദാസനുണ്ട്, അവൻ ചോദിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു നിസ്കാരം ഓഹരി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ വിശദീകരിക്കുന്നത് എന്താണ്? ആ നിസ്കാരത്തിലൊന്ന് സൂറത്തുൽ ഫാത്തിഹ എന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമയുടെ ഇടയിൽ വിഹിതം വെച്ചിരിക്കുന്ന പറഞ്ഞ സംഗതി അത് ഏതാണ്? അത് നിസ്കാരത്തിലെ ഫാത്തിഹ എന്ന പ്രധാനപ്പെട്ട കർമ്മമാണ്. അതാ ഫൈദാ ഖാൽ അബ്ദു, അല്ലാഹ് പറയാണ്, ഫൈദാ ഖാൽ അബ്ദു, അടിമ പറഞ്ഞാൽ, അടിമ ഓതിയാൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ ഓതിയാൽ, സർവ്വസ്തുതിയും സർവ്വലോക സംരക്ഷിതാവായ അള്ളാഹുവിനാണെന്ന് അർത്ഥം വരുന്ന അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഓതുമ്പോ, ഖാല അല്ലാഹു തആല അപ്പൊ പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്റെ അടിമ എന്നെ പുകഴ്ത്തി സ്തുതിച്ചിരിക്കുന്നു. അതുപോലെ പിന്നെ അടുത്ത ഫാത്തിഹ അടുത്ത ആയത്താകുന്ന വൈദാ ഖാല അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം എന്ന അടിമ ഓതിയാൽ, അല്ലാഹു തആല പറയുന്നു, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ കുറിച്ച് പ്രശംസ പറഞ്ഞിരിക്കുന്നു, എന്നെ കുറിച്ച് പ്രശംസിക്കുകയാണ് എന്റെ അടിമ എന്ന് അല്ലാഹു തആല അർറഹ്മാൻ ഓതുമ്പോൾ പറയും. അതുപോലെ വൈദാ ഖാല മാലികി യൗമിദ്ദീൻ, പിന്നെ ഫാത്തിഹ അടുത്ത ആയത്താകുന്ന മാലികി യൗമിദ്ദീൻ എന്ന ആയത്ത് ഓതുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല അല്ലാഹ് പറയും, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എന്റെ അടിമ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഖാല മറ, മറ്റൊരു തവണ വേറൊരു പ്രാവശ്യം എന്തിയെ പറഞ്ഞത്, ഫവ്വള ഇലയ്യ അബ്ദി എന്നാണ്. എങ്ങനെ? എന്റെ അടിമ എന്നിലേക്ക് അവനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു നൽകിയിരിക്കുന്നു എന്നിങ്ങനെ പറയും. അപ്പോ അൽഹംദു ഓതുമ്പോ, അർറഹ്മാൻ ഓതുമ്പോ, മാലിക് യൗമിദ്ദീൻ ഓതുമ്പോ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിച്ചതായി, അവനെ പ്രശംസ പറഞ്ഞതായി, അവനെ പുകഴ്ത്തിയതായൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയുടെ ഓരോ ആയത്ത് കേൾക്കുമ്പോൾ അല്ലാഹു തആല പറയും. എന്നാ ഫൈദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതുമ്പോ ഖാല, അപ്പോൾ അല്ലാഹു തആല പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഈ പറഞ്ഞു ഈ ഓതി ആയത്ത് ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആശയം, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്ന അർത്ഥം വരുന്ന ഈ ആയത്ത് ഓതുമ്പോ അല്ലാഹ് പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇപ്പൊ ഓതിയ ആയത്ത് ഇത് എന്റെയും എന്റെ അടിമയ്ക്കും ഇടയിലുള്ളതാണ്, രണ്ടാൾക്കും പാർട്ണർഷിപ്പ് ഉള്ളതാണ്. കാരണം എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അടിമയുടെ അടിമത്വം, ആ അടിമയുടെ അങ്ങേയറ്റമുള്ള അവന്റെ വിനയാന്വിതം അവൻ സമ്മതിക്കുകയാണ്, അവന്റെ അടിമത്വം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ യജമാനായ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ് അതിലുള്ളത്. അപ്പൊ അള്ളാഹുവിന് വലിയ മഹത്വം പറയുന്നു, അതേ സമയത്ത് അടിമ അവന്റെ അങ്ങേയറ്റം വിജയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയാണ് അവിടെ. അപ്പൊ അള്ളാഹ് പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഈ ആയത്ത് ഇപ്പൊ ഓതിയത് എനിക്കും എന്റെ അടിമയ്ക്കും ഇടയിലുള്ളതാണ്. അതുകൊണ്ട് വലിയ അബ്ദി മാ സഅല, എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് ആ അടിമയ്ക്ക് അതുണ്ട്, അടിമയ്ക്ക് അത് ലഭിക്കും എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ ഫൈദാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കഴിഞ്ഞ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് ഓതുമ്പോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ഫാത്തിഹയുടെ ബാക്കി ഭാഗം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ശേഷമുള്ള അവിടെ ഇഹ്ദിന വലദ്ദാല്ലീൻ വരെ ഓതുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നത്, ഹാദാ ലി അബ്ദി, ഈ പറഞ്ഞ കാര്യം, ഇഹ്ദിനസ് സിറാത്ത് എന്ന് പറഞ്ഞ കാര്യം അത് എന്റെ അടിമയ്ക്കുള്ളതാണ്, എന്റെ അടിമയുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വലിയ അബ്ദി മാ സഅല, എന്റെ അടിമ എന്താണോ ചോദിച്ചത് അത് അടിമയ്ക്കുണ്ട്. ഋജുവായ മാർഗത്തെ, പിഴച്ചവരുടേതല്ലാത്ത, വഴിതെറ്റിയവരല്ലാത്ത നല്ലവരായ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയെ ചോദിക്കുമ്പോ ആ വഴിയെ ഞാൻ കൊടുക്കുന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇപ്പൊ പറഞ്ഞത് എന്റെ അടിമയ്ക്കുള്ളതാണ്, എന്റെ അടിമ എന്താണോ ചോദിച്ചത് ആ അടിമയ്ക്ക് അത് കിട്ടുമെന്ന അർത്ഥത്തിൽ അല്ലാഹു തആല പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു പറഞ്ഞു, ഇഖ്റ ബിഹാ ഫീ നഫ്സിക,
ഇഖ്റ ബിഹാ ഫീ നഫ്സിക, നീ ആ ഫാത്തിഹ അത് നീ സ്വകാര്യമായി, അതാ ഐ ഇഖ്റഹാ സിർറൻ ബിഹൈസു തസ്മാ നഫ്സക, സ്വകാര്യമായി നിന്റെ സ്വന്തം ശരീരം കേൾക്കത്തക്ക രീതിയിൽ നീ ആ ഫാത്തിഹ സൂറത്തിനെ ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അപ്പൊ ഈ ഹദീസിലെ പ്രയോഗം ഖുസിമത്തിസ് സലാത്തു, നിസ്കാരത്തെ ഓഹരി ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. അല്ല, ഖുസിമത്ത് ഐ അൽ ഫാത്തിഹ, നിസ്കാരം എന്ന് പറയാൻ മുഴുവൻ നിസ്കാരത്തെ എന്നല്ല, നിസ്കാരത്തെ പ്രധാനപ്പെട്ട കർമ്മമാകുന്ന ഫാത്തിഹ ഓതൽ, ആ ഫാത്തിഹ സൂറത്തിന് ഓഹരി ചെയ്യപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ എന്നതിന് പ്രയോഗിച്ച പ്രയോഗം ഖുസിമത്തിസ് സ്വലാ, നിസ്കാരം ഓഹരി ചെയ്യപ്പെട്ടു എന്നാണ്, അല്ലെ സ്വലാത്ത് ഓഹരി ചെയ്യപ്പെട്ടു എന്നാണ്. അതാ സുമ്മിയത്തി ബിദാലിക ലിഅന്നഹാ ലാ തസിഹു ഇല്ലാ ബിഹാ. അപ്പൊ എങ്ങനെ ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നിസ്കാരം എന്ന് പേര് വെക്കാൻ കാരണം ആ സൂറത്തുൽ ഫാത്തിഹയിൽ നിസ്കാരം സ്വഹീഹാവൂല, നിസ്കാരം സാധുവാവുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ട്, പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹാന് നിസ്കാരം എന്നുകൊണ്ട് പേര് വെക്കുകയാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ചുരുക്കം പറഞ്ഞാൽ സലാത്ത്, നിസ്കാരം എന്ന പേരും സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹ്. അതുപോലെ ഐതൻ, അപ്പൊ നമ്മൾ കുറെ പേരുകൾ പറഞ്ഞു, ഷിഫ, ഷാഫിയ, റുഖിയ, വാഫിയ, കാഫിയ, സലാത്ത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ വന്ന അതിനുള്ള പ്രമാണങ്ങളും ഏകദേശം പറഞ്ഞു. ഇനി മൊത്തത്തിൽ അറിയപ്പെട്ട വേറെ കുറെ പേരുകളുണ്ട്. ആ പേരുകൾ മൊത്തത്തിൽ ഒന്ന് പറയാം. തുസമ്മ, പേര് വിളിക്കപ്പെടും, മൈതൻ വീണ്ടും, അഥവാ ഈ പറഞ്ഞ പേരുകൾക്കെല്ലാം പുറമെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 20ഓളം പേരുണ്ട് മൊത്തം. അഥവാ തുസമ്മ ഐതൻ, ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വീണ്ടും പേര് വിളിക്കപ്പെടും സൂറത്തുൽ ഹംദ്, ഹംദ് സൂറത്ത് എന്ന്, അതുപോലെ വശുക്രി, സൂറത്ത് ശുക്ർ എന്ന് പേര് വിളിക്കും. അതുപോലെ സൂറത്ത് ദുആ, ദുആ എന്ന് പേരുണ്ട്. സൂറത്തുൽ കൻസി, കൻസ് എന്ന പേരുണ്ട്. തഅരീമിൽ മസ്അല, സൂറത്ത് തഅരീമിൽ മസ്അല എന്ന പേരുണ്ട്. അതുപോലെ വസ്സുആൽ, സൂറത്ത് സുആൽ എന്ന പേരുണ്ട്. ഇതൊക്കെ ഓരോ സൂറത്ത് ഹംദ്, ഹംദിന്റെ മാന സ്തുതിക്കാനാണ്, ശുക്ർ നന്ദി ചെയ്യലാണ്, ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, കൻസ് എന്ന് പറയുന്ന നിധിയാണ്. അതുപോലെ തഅരീമിൽ മസ്അല, എങ്ങനെയാണ് ചോദിക്കേണ്ടത് പഠിപ്പിക്കുന്നത്. ഫാത്തിഹ അറിയപ്പെട്ട സൂറത്താണ് സൂറത്ത് തഅരീമിൽ മസ്അല. യജമാനായ റബ്ബിനോട് ചോദിക്കുമ്പോ എങ്ങനെ ചോദിക്കണം, അല്ല മൊത്തത്തിൽ ചോദ്യം എങ്ങനെയാകണം. ഒരാളോട് ഒരവശത്തും കേൾക്കുന്നില്ല. മുഹമ്മദ് ഇസ്മായിൽ എന്ന് ഇസ്മായിൽ ഒന്ന് മൈക്ക് ഓഫ് ആക്കൂ. അപ്പോ സൂറത്ത് തഅരീമിൽ മസ്അല, ചോദ്യം എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ്. അത് വളരെ കറക്റ്റ് ആണ്. ശരിക്കും സൂറത്തുൽ ഫാത്തിഹന്റെ ശൈലിയുണ്ട്. ഒരാളോട് ചോദിക്കുമ്പോ പ്രത്യേകിച്ച് ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരാളോട് ചോദ്യം ഉണ്ടാകുമ്പോൾ ആ ചോദ്യം എങ്ങനെയാ വേണ്ടത് എന്നല്ല, ഏതൊരു ചോദ്യവും സ്വീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല ശൈലിയും അതാണ്. ആരോടാണോ ചോദിക്കപ്പെടുന്നത് അയാളുടെ മഹത്വം പറഞ്ഞ് അയാളൊന്ന് പുകഴ്ത്തി അയാളുടെ മുമ്പിൽ ആ അഭ്യർത്ഥന വെക്കുമ്പോ അഭ്യർത്ഥന എങ്ങനെയാണ് വെക്കേണ്ടെന്ന ആശയം സൂറത്തുൽ ഫാത്തിഹാന്റെ സൂറത്തുൽ ഫാത്തിഹാന്റെ ഓർഡർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹാന്റെ മറ്റൊരു പേരാണ് സൂറത്ത് തഅരീമുൽ മസ്അല. അതുപോലെ സൂറത്ത് സുആൽ, ചോദ്യത്തിന്റെ സൂറത്ത്. സൂറത്തുൽ നൂർ, പ്രകാശം എന്ന പേരുള്ള സൂറത്ത്. സൂറത്തുൽ മുനാജാത്ത്, അഭിമുഖ സംഭാഷണം, അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് സൂറത്തുൽ മുനാജാത്ത് എന്ന് പേരുണ്ട്. അതുപോലെ തഫ്വീദ്, കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൽ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പ്രഖ്യാപനം അതാണ്. അള്ളാഹു നമുക്കൊരു കഴിവില്ല, എല്ലാ കഴിവും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും, ഈച്ച് ആൻഡ് എവരിതിങ്, എല്ലാത്തിനും അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുകയാണ്. അള്ളാഹുവാണ് ആത്യന്തികമായി സഹായിക്കേണ്ടത്. എല്ലാം സൃഷ്ടിച്ചു തരുന്നത്, എല്ലാം നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അങ്ങനെയൊക്കെ തഫ്വീദ് എന്ന പേരും ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന പേരും ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. അപ്പൊ ഇത്രയൊക്കെ സൂറത്തുൽ ഫാത്തിഹാന്റെ പേരുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കുറെ പേരുകൾ, അതിനെ കൂടെ അവസാനം മൊത്തത്തിൽ പറഞ്ഞ സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ശുക്ർ, സൂറത്തുൽ ദുആ, സൂറത്തുൽ കൻസ്, സൂറത്ത് തഅരീമുൽ മസ്അല, സൂറത്തുൽ സുആൽ, സൂറത്തുൽ നൂർ, സൂറത്തുൽ മുനാജാത്ത്, സൂറത്തുൽ തഫ്വീദ്. ഇനി പറയാം, മൊത്തത്തിലെ ആശയം പറയാം. ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂറത്തിന്റെ പേരുകൾ പഠിക്കുമ്പോൾ വഅസ്മാഉ സൂരി കുല്ലുഹ, ഈ സൂറകളുടെ പേരുകൾ മുഴുക്കയും, സൂറത്തുകളുടെ പേരുകൾ മുഴുക്കയും തൗഖീഫിയാണ്, അഥവാ ശറഅ് വെക്കുന്ന പേരാണ്. ശറഇൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിരുന്ന പേരുകളാണ് മുഴുവൻ പേരുകളും. അതല്ലാതെ വേറെ ആർക്കെങ്കിലും പേര് വെക്കാനുള്ള അവകാശമില്ല. അപ്പോ ശർഈയായ എന്തെങ്കിലും മാനദണ്ഡ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ശർഈൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പേരുണ്ടാവുക. അപ്പൊ വിശുദ്ധ ഖുർആനിലെ സൂറത്തിലെ പേരുകളെല്ലാം അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായി കൊടുത്തതും നബി സല്ലല്ലാഹു അലൈഹി മഹാന്മാരായ സ്വഹാബത്തിന് കൈമാറി കൊടുത്തതുമാണ്. അങ്ങനെയാണ് സൂറത്തുകളിലെ എല്ലാം പേരുകളുള്ളത്. അപ്പോ സൂറത്തുകളിലെ എല്ലാം പേര് തൗഖീഫിയാണെന്ന് പറയും, അഥവാ ശരീഅത്ത് ശർഈൽ വന്നതാണ്, ശർഈന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. സാബിത്തത്തുൻ ബിൽ അഹാദീഥി വൽ ആസാർ, അതെങ്ങനെയാ സ്ഥിരപ്പെടുന്നത്? ഹദീസുകളെ കൊണ്ടും അസറുകളെ കൊണ്ടുമാണ് അത് സ്ഥിരപ്പെടുന്നത്. ഇനി പിന്നെ എന്തിനാ ഖുർആൻ സൂറകളാക്കി വെച്ചിരിക്കുന്നത്? ഇന്നമാ ജുഇലൽ ഖുർആൻ സൂറൻ ലിഅന്നഹു അസ്ഹലു ലിൽ ഹിഫ്ളി വഅൻസതു. ഈ ഖുർആൻ സൂറകളാക്കി തിരിച്ചിരിക്കുന്നത് അത് ഹിഫ്ളിന് എളുപ്പമാകാൻ വേണ്ടിയാണ്. അല്ലാഹു തആല എല്ലാ ഒറ്റ സൂറത്തായിട്ട് വേണേൽ പറയാം. പക്ഷേ അതേ സമയത്ത് അല്ലാഹു തആല 114 സൂറത്താക്കിയത് അത് നമുക്ക് മനഃപ്പാഠമാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയും, അത് കൂടുതൽ നവോന്മേഷം, നമ്മളുടെ ഖുർആൻ ഓതുമ്പോൾ ഒരു സൂറത്തിന് അടുത്ത സൂറത്താകുമ്പോൾ ഒരു പുതിയ ഉന്മേഷം കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു നശാത്ത് കിട്ടാൻ വേണ്ടിയുമാണ്, ഉന്മേഷം കൈവരാൻ വേണ്ടിയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ സൂറകളായി തിരിച്ചതെന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അത് ശരിക്കും ഇവിടെ കോടമ്പഴ എടുത്ത് പറഞ്ഞു. 6-ാം നമ്പർ നോക്കിയാൽ അറിയാം, ഇമാം ഹസിയത്ത് ഷിഹാബ് അൽ ഖഫാജി തഫ്സീർ ബൈളാവിയുടെ തഫ്സീലുള്ള അഭിപ്രായം എന്താണ്? ഖുർആൻ ഇങ്ങനെ സൂറകളാക്കി തിരിച്ചത് അത് മനഃപ്പാഠമാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എന്ന ആശയം. അപ്പൊ ഇത്രയുമാണ് വിശുദ്ധ ഖുർആനിലെ സൂറകളുടെ പേരുകൾ സംബന്ധമായി പറയാനുള്ളത്. ഇനി വിശുദ്ധ ഖുർആന്റെ തഫ്സീറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ സൂറത്തുൽ ഫാത്തിഹാന്റെ ഫള് മഹത്വം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്തിലേക്ക് കടക്കാൻ, സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിലേക്ക് കടക്കാൻ. അതാ ഫള് ഫാത്തിഹത്തിൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ എന്ന ആ സൂറത്തിന്റെ മഹത്വം എന്താണ്, അതിന്റെ വലിയ മഹാത്മ്യം എന്താണ്? ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. അതാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം, അഥവാ അള്ളാഹുവിനെ തന്നെ സത്യം. മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ സബൂരി വലാ ഫിൽ ഫുർഖാനി മിസ്ലുഹാ. പറയട്ടെ, മാ ഉൻസിലത് ഫി തൗറാത്ത്, തൗറാത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. വലാഫിൽ ഇൻജീൽ, ഇൻജീലിലും ഇല്ല. വലാഫിൽ സബൂരി, സബൂറിലും ഇല്ല. വലാഫിൽ ഫുർഖാനി, ഖുർആനിലും ഇല്ല. ഈ 4 വേദഗ്രന്ഥങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആകാശ ലോകത്തെ സമാവിയായ കുത്തുബുകൾ 4 അത് തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഫുർഖാൻ എന്നിങ്ങനെയാണ്. ഈ 4 വേദഗ്രന്ഥങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു അവതരിച്ചിട്ടില്ല, അല്ലെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. മിസ്ലുഹ, ഈ ഫാത്തിഹ സൂറത്തിനെ പോലെ വേറൊരു സൂറത്ത് അവതരിപ്പിച്ചിട്ടില്ല. അപ്പോ ഈ 4 ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ സൂറത്താണ്, ഏറ്റവും അദീമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നർത്ഥം. മനസ്സിലായില്ലേ? തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഫുർഖാൻ. സബൂർ ആരെ വേദഗ്രന്ഥം ചോദിച്ചാല് മറുപടിയിലേക്ക് കിട്ടുമോ? സമയമില്ല. ഈ സംഗതി ചോദ്യങ്ങളാകുമ്പോ ടൈം പോകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചോദ്യത്തിലേക്ക് പോകാത്ത. ആരെന്ന് പറയാ, സബൂർ ആരെ വേദഗ്രന്ഥ? ദാവൂദ് നബി അലൈഹി സ്വലാം. അയ്യോ, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 വേദഗ്രന്ഥങ്ങളിലും, തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഫുർഖാനിലോ, ഫുർഖാൻ നമ്മുടെ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി ഖുർആനിലോ ഇതുപോലെ വേറെ ഒരു സൂറത്തില്ല. അവ ഇവകളെല്ലാം വെച്ച് ഏറ്റവും മഹത്തരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നർത്ഥം. നബി ഞങ്ങൾ പറയാ, ഇന്നഹാ സബ്ഉൻ മിനൽ മസാനി വൽ ഖുർആൻ അല്ലദീ ഉഅതീതുഹു. ഈ സൂറത്തുൽ ഫാത്തിഹ അത് ആവർത്തിക്കപ്പെടുന്ന 7കളാണ്. അതുപോലെ വൽ ഖുർആൻ അല്ലദീ ഉഅതീതുഹു, എനിക്ക് നൽകപ്പെട്ട ഏറ്റവും വിശുദ്ധമായ ഖുർആനുമാണത്. അപ്പൊ ഖുർആന്റെ മുഴുവൻ എന്താണ് മഹത്വം, സാകല്യം അടങ്ങിയതായ വിശുദ്ധമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത്രമാത്രം വലിയ മഹത്തരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഇബ്നു കഅബ് ഉദ്ധരിക്കുന്ന 2875 നമ്പർ ഹദീസാണ്. തിർമിദിയിലെ 2875 നമ്പർ ഹദീസാണ് ഈ പറഞ്ഞ ഹദീസ്.
അപ്പൊ ഈ 4 വേദഗ്രന്ഥങ്ങളിലും കൂടി ഏറ്റവും മഹത്തമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. ഇനി പറയട്ടെ, ഈ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയാനുള്ള ഒറ്റ വാക്കിലെ ഏറ്റവും വലിയ മഹത്വം, വഹിയ ആദമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണ്. ഏത് കിസിന് നമുക്ക് മറുപടി പറയാം, ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാണ്. എല്ലാ ഇമാമിങ്ങളുടെയും ഇതിന്റെ അഭിപ്രായമുള്ള അഭിപ്രായ ഭിന്നതയില്ലാത്ത ആശയമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഏതാണ്? ഒറ്റ മറുപടിയേ ഉള്ളൂ, സൂറത്തുൽ ഫാത്തിഹ. അതാ വഹിയ ആദമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ അദീമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. فقد روى البخاري عن النبي سعيد المعلى അൻസാരിയ സഹാബിയാണ്. അബൂ സഈദ് അൽ അൻസാരി റളിയല്ലാഹു തആല എന്ന മഹാനവറുകൾ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല അബൂ സഈദ് മുഅല്ല റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫദആനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി ഓ അബൂ സഈദ് എന്ന് വിളിച്ചപ്പോൾ ഫലം അജീബുഹു, ഞാൻ മുത്തനബിക്ക് മറുപടി കൊടുത്തില്ല. ഞാൻ നിസ്കാരത്തിലായതുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നുകൊണ്ട് ഞാൻ നബി തങ്ങളുടെ വിളി കേട്ടില്ല, വിളിക്ക് മറുപടി കൊടുത്തില്ല. കുൽത്തു, അപ്പൊ നിസ്കാരം കഴിഞ്ഞ ശേഷം നടത്തും. നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മഹാനരായ പ്രവാചകരെ, ഇന്നി കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയായിരുന്നു നബിയെ. തങ്ങൾ വിളിച്ചപ്പോ വിളി കേൾക്കാതിരിക്കാൻ കാരണം ഞാൻ നിസ്കരിക്കുകയായിരുന്നു. ഖാല, അപ്പൊ ഉടനെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം യഖുലില്ലാഹു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. അല്ല അബൂ സഈദേ, അലം യഖുലില്ലാഹ്, അല്ലാഹു പറഞ്ഞിട്ടില്ലേ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, ഇസ്തജീബു, നിങ്ങൾ മറുപടി കൊടുക്കുകയും, ലില്ലാഹി, അല്ലാഹുവിനും, വലിർറസൂലി, അല്ലാഹുവിന്റെ പ്രവാചകനും, ഇദാ ദഅാകും, ആ അല്ലാഹുവും റസൂലും നിങ്ങളെ ക്ഷണിച്ചാൽ, വിളിച്ചാൽ മറുപടി കൊടുക്കണം, അല്ലാഹ് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അല്ലാഹ് പറഞ്ഞാ പിന്നെ ഓ അബൂ സഈദേ, ആ റബ്ബിന്റെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് നിസ്കാരത്തിലാണെങ്കിലും ഞാനാകുന്ന നബി വിളിക്ക് മറുപടി തരണ്ടേ? വലിയ ആശയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹാനായ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും ഒക്കെ കടപ്പെട്ടവരാണ്, നമ്മുടെ സ്വന്തം നെസ്സിനെ കടപ്പെട്ടവരാണെന്ന് പറയുമ്പോ അത് അക്ഷരാർത്ഥത്തിന് ബോധ്യപ്പെടുത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നബി സല്ലല്ലാഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം എത്രയാണ്. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വിളിക്കുമ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ പോലും ആ നിസ്കാരം മുറിച്ചുകൊണ്ട് നബിതങ്ങൾക്ക്, നിസ്കാരം മുറിയില്ല, നബി സല്ലല്ലാഹു മറുപടി കൊടുത്ത നിസ്കാരം പൊളിയില്ല. അപ്പൊ ആ നിസ്കാരത്തിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടതാണ്, ഇസ്ലാമിന്റെ നിയമമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബായ നബി നിങ്ങളുടെ സ്ഥാനം എത്രയാണ്, നിങ്ങളുടെ പവർ എത്രയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അല്ലാഹു ചോദിക്കുകയാണ്, ഓ അബൂ സഈദേ, അലം യഖുലില്ലാഹ്, അല്ലാഹു പറഞ്ഞിട്ടില്ലേ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, നിങ്ങൾ അള്ളാഹിന് മറുപടി കൊടുക്കണം, അള്ളാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കണം, ഇദാ ദഅാകും, അവർ നിങ്ങളെ വിളിച്ചാൽ, അള്ളാഹും റസൂലും വിളിച്ചാൽ മറുപടി കൊടുക്കണം, അള്ളാഹ് പറഞ്ഞിട്ടില്ലേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ ഭാഷ തന്നെ. വിധങ്ങൾക്ക് ശകാരിക്കുന്ന ശൈലി, ശാസിക്കുന്ന ശൈലി നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. ഒരാളെ കുറ്റപ്പെടുത്തുന്ന ശൈലി നിങ്ങൾക്കില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങള് ആ പ്രിയപ്പെട്ട അബൂ സഈദ് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആശയം. നബി സല്ലല്ലാഹുവിന്റെ മഹത്വം എത്രയാണ്, നബിതങ്ങളുടെ വലിയ സ്ഥാനം എത്രയാണ്. ആ നബിതങ്ങൾ നിസ്കാരത്തിക്കുമ്പോൾ വിളിച്ചാൽ നബിതങ്ങൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അല്ല അബൂ സഈദേ, അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് സുമ്മക്കാല, പിന്നെ നബിതങ്ങൾ പറയുകയാണ്, അലാ ഉഅല്ലിമുക അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ, അലാ ഉഅല്ലിമുക, മോനെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ, അഅ്ളമ സൂറത്തിൻ, ഏറ്റവും മഹത്തരമായ സൂറത്തിനെ, ഫിൽ ഖുർആനിൽ, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്തിനെ എനിക്ക് പഠിപ്പിച്ചു തരട്ടെ. ഖബല അൻ തഖ്റുജ മിനൽ മസ്ജിദി, ഈ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, ഞാൻ നീ പള്ളിയിലാണ് ഉള്ളത്, ഈ പള്ളിയിൽ നിന്ന് നീ പുറപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ഏറ്റവും മഹത്തരമായ സൂറത്തിനെ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. നോക്കണം, എത്ര വലിയ ശൈലിയാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും നബിയെ വിളിച്ചിട്ട് മറുപടി കൊടുത്തില്ല. മറുപടി കൊടുത്തിട്ട് ആ കൊടുക്കാത്ത ആള് നിസ്കാരം കഴിഞ്ഞ നബിയെ കൊണ്ട് കാരണം പറയാ, നബി ഞാൻ നിസ്കരിക്കായിരുന്നു പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇങ്ങനെ തിരുത്തി കൊടുത്തു. എങ്ങനെയാ, നീ നിസ്കാരത്തിന് എനിക്ക് മറുപടി തരണം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അതിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിളിച്ചിട്ട് വരാത്തതിന്റെ പേരിൽ ആ സഹാബിയോട് ഈർഷ്യതയോ അല്ലെ ആ സഹാബിയോട് എന്തെങ്കിലും പരിക്കത്തരോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു വളരെ സ്നേഹമസൃണമായി, വളരെ മൃദുലമായി ആ പ്രിയപ്പെട്ട സഹാബിക്ക് ആവശ്യത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ, നിനക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഈ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ആ മഹാനായ സഹാബി പറയാണ്, ഫഅഖദ ബിയദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞുകൊണ്ട് എന്റെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്, എന്നെ ഇങ്ങനെ നബി സല്ലല്ലാഹു കൂട്ടിപ്പിടിച്ച് എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അങ്ങനെ പിടിച്ച് പള്ളിക്കകത്ത് നടക്കുകയാണ്. അങ്ങനെ സഹാബി പറയുന്നത്, ഫലമ്മ അറദ്ന അൻ നഖ്റുജ,
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് എനിക്ക് സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു തന്നില്ല. പരമ്മ അറദിന അൻ നഖ്റുജ, അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ചപ്പോ, ഇറങ്ങാനായപ്പോ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞു തരാന്നാ പറഞ്ഞു. പക്ഷെ പറഞ്ഞു തന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാതെ അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങാനായപ്പോ കുൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകരെ, ഇന്നക കുൽത്ത, നിശ്ചയമായി തങ്ങൾ പറഞ്ഞിരുന്നു, ലൗ അല്ലിമന്നക അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് നബി നിങ്ങൾ പറഞ്ഞിരുന്നു. തങ്ങൾ എനിക്ക് ഓഫർ നൽകി, തങ്ങൾ പക്ഷെ പറഞ്ഞു തന്നില്ല എന്ന അർത്ഥത്തിൽ. അപ്പൊ ഉടനെ നബി തങ്ങളുടെ മറുപടി, ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആൻ അദീം അല്ലദീ ഊതീതുഹു. മോനെ, ആ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് എന്നൊക്കെ പരിചയമുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങുന്ന സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്താണ് ഹിയ സബ്ഉൽ മസാനി. അതാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് എനിക്ക് പ്രത്യേകം നൽകിയെന്ന് പറഞ്ഞ ആ ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ. ഹിയ സബ്ഉൽ മസാനി, അതാണ് ആവർത്തിക്കപ്പെടുന്ന 7 ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകളാകുന്ന സൂറത്ത്. ആ സൂറത്താണ് വൽ ഖുർആനുൽ അദീം അല്ലദീ ഊതീതുഹു. മാത്രമല്ല ആ സൂറത്തുൽ ഫാത്തിഹയാണ് എനിക്ക് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആന്റെ എല്ലാ മഹത്വം അടങ്ങിയ എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് ആ സൂറത്തു ഫാത്തിഹ എന്നർത്ഥം. അപ്പൊ ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ്. നസ്സൻ വളരെ വ്യക്തമായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. കണ്ടോ, ആ ഹദീസ് ഉദ്ധരിച്ചാരാ? അൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങളുടെ 5006 നമ്പർ ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങളുടെ 5006 നമ്പർ ഹദീസാണ് ഈ പറഞ്ഞ ഹദീസ്. ആർക്കും സംശയമില്ല. അപ്പൊ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമാക്കി സ്പഷ്ടമാക്കി പഠിപ്പിച്ച ആശയമാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ സൂറത്തും ഉണ്ട്. ഏറ്റവും മഹത്വമുള്ള സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പൊ നമ്മൾ ഈ അൽ ഫാത്തിഹ വിളിക്കുമ്പോ ഈ ഫാത്തിഹ ഇങ്ങനെ നിരവധി ഓന്നുകൊണ്ട് ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് വളരെ പരിചിതമായ സൂറത്തായപ്പോൾ മഹത്വം കുറഞ്ഞു പോകണ്ട. ഏറ്റവും ബഹുമാനമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ ഒരു സൂറത്തുൽ ഫാത്തിഹ എത്ര കണ്ട് ഓതാൻ കഴിഞ്ഞു അത്ര കണ്ട് വലിയ സ്ഥാനമാണ്. അപ്പൊ അത് അള്ളാഹു തആല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് എവിടെയും ആ സൂറത്തുൽ ഫാത്തിഹ ഇല്ലാതെ പരിപാടിയില്ല. അത് വലിയ തൗഫീഖാണ്. ആ സൂറത്തുൽ ഫാത്തിഹ പറയുമ്പോൾ എഴുന്നേറ്റ് ഓടുന്നത് അത് ശൈത്വാനിയത്വമാണ്, ഉറപ്പാണ്. അള്ളാഹു തആല എല്ലാ വിദ്യാർത്ഥിയുടെ ശ്രദ്ധ നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ വലിയ മഹത്വമേറിയ സൂറത്താണ്. അതിനേക്കാൾ വേറെ മഹത്വമുള്ള ഒരു സൂറത്ത് വേറെ വിശുദ്ധ ഖുർആനില്ല. അതാ അവിടെ കാഫീക മിൻ ഫദ്ലിഹാ വ ശറഫിഹാ അന്നഹാ ഹിയ സബ്ഉൽ മസാനി അല്ലതി തുസന്നാ ഫീ കുല്ലി സ്വലാത്ത്. വ കാഫീക മോനേക മതി മിൻ ഫദ്ലിഹാ വ ശറഫിഹാ, ആ സൂറത്തുൽ ഫാത്തിഹയുടെ അതിന്റെ മഹത്വവും അതിന്റെ ബഹുമാനവും പറയാൻ എന്ത് മതി? അന്നഹാ ഹിയ സബ്ഉൽ മസാനി, ആ സൂറത്തുൽ ഫാത്തിഹയാണ് എന്താണ് ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ. അല്ലത്തി എങ്ങനത്തെ സൂറത്താണ്? തുസന്നാ ഫീ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരങ്ങളും ആ ഫാത്തിഹയിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ആവർത്തിക്കപ്പെടുകയാണ്. വലാ തസ്ഹിഹു സ്വലാത്തു ഇല്ലാ ബിഹാ, മാത്രമല്ല ആ ഫാത്തിഹ കൂടാതെ നിസ്കാരം സ്വഹീഹാകുന്നില്ല. അപ്പൊ ഈ ഒരു ആശയം തന്നെ എല്ലായ്പ്പോഴും ആവർത്തിക്കപ്പെടുന്ന, എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും ഓതുന്ന നിസ്കാരം അതുകൂടാതെ സഹീഹാകാത്ത ഏറ്റവും കടപ്പെട്ട നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട ഫാത്തിഹ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും മഹത്തരമായ സൂറത്താണ്. അതുപോലെ ഇതിന്റെ ബഹുമാനം പറയുമ്പോ വേറെ ഒരു ഹദീസ്, അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിസ്കാരത്തെ എന്താണ് ഫാത്തിഹ ഓതിയിൽ നിസ്കാരം സ്വഹീഹാകുന്നതല്ല എന്ന് പറഞ്ഞു. ഇതേ ആശയം ഇമാം ബുഖാരി മുസ്ലിം ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ഖന്മാര്. ഷെയ്ഖാനി പ്രയോഗം ഓരോ മേഖല എത്തുമ്പോ ഓരോ ആൾക്കാരെ ഉദ്ദേശിക്കുക. ഹദീസിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞ ഇമാം ബുഖാരി മുസ്ലിമാണ്. ഇമാം ബുഖാരി മുസ്ലിമാണ് ഹദീസിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ. അതേപോലെ ഷാഫി ഫിഖ്ഹിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല ഇമാം റാഫി റളിയല്ലാഹു അൻഹു ആണ്. ഇമാം റാഫി റളിയല്ലാഹു ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മുടെ ഫിഖ്ഹിൽ ഷാഫി ഫിഖ്ഹിലെ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളുമാണ്. അങ്ങനെ ഓരോ മേഖലയിൽ നിന്ന് ഷെയ്ഖാനി എന്ന് പറയുമ്പോൾ സഹാബത്തിനുള്ളിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഓരോ മേഖലയിൽ എന്ത് ഷെയ്ഖാനി എന്ന് പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ഹദീസ് ആയതുകൊണ്ട് ഹദീസ് റിപ്പോർട്ടർമാരെ കൂട്ടത്തിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അത് ഹദീസ് ലോകത്തെ ഷെയ്ഖന്മാരായ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഖദറവ ഷെയ്ഖാനി,
ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആരെ തൊട്ട്? അൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു സഹാബിയെ തൊട്ട് ഖാല അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ലാ സ്വലാത്ത് നിസ്കാരമില്ല ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന് നിസ്കാരമില്ല. അപ്പൊ അതാണ് നമ്മുടെ മദ്ഹബിലൊക്കെയും എന്താണ് കണിശമായ തീരുമാനമാണ്, സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിസ്കാരത്തെ പ്രത്യേകമായ ഒരു ഫർദ് തന്നെ. ആ സൂറത്തുൽ ഫാത്തിഹ ഇല്ലേ നിസ്കാരം എന്ത് ചെയ്യുക, സഹിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നിർബന്ധമായ സംഗതി, പ്രത്യേകിച്ച് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ വൈകി വന്നാൽ തുടരുന്നതെങ്കിൽ അവിടെ നമ്മൾ അഊദ് ഓതാനോ വജ്ജത്ത് ഓതാനോ ഒന്നും പാടില്ല. നമുക്ക് ഏറ്റവും നിർബന്ധമായ സംഗതി സൂറത്തുൽ ഫാത്തിഹ ഓതലാണ്. അതുകൊണ്ട് അള്ളാഹു അക്ബർ കൈകെട്ടി ഉടൻ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ സുഖലാകുക, സൂറത്തുൽ ഫാത്തിഹയുമായി ജോലിയാകണം. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ജോലി ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇമാം റുക്കൂയിൽ പോയി ഇമാമിനോട് റുക്കൂയിൽ പോകാൻ പറ്റൂല. പല ആൾക്കാരും വല്ലാതെ അബദ്ധം പറ്റുന്നൊരു സംഗതി വൈകി വന്ന് ഇമാമിനോടൊപ്പം തുടരും. നമ്മൾ സാധാരണ മുറ പോലെ വജ്ജത്തേക്ക് ഓതിയിട്ട് എന്ത് ഫാത്തിഹ ഓതാൻ വേണ്ടി നിൽക്കും. പക്ഷേ അങ്ങനെ ഓതി കഴിയുമ്പോഴേക്ക് ഇമാം റുക്കൂയിൽ പോകും. ഇമാമിനോടൊപ്പം നിന്നിട്ട് റുക്കൂയിലേക്ക് അങ്ങ് പോകും. റക്കായത്ത് കിട്ടൂല, റക്കായത്തിൽ ജമാഅത്തില്ല, നിസ്കാരം പോയി. വലിയ അബദ്ധമാണത്. ശരിക്ക് ഈ ഒരു ഇമാമിനോടൊപ്പം ജമാഅത്ത് നിസ്കരിക്കുമ്പോ മഅ്മൂമ് ആള് മസ്ബൂഖാണോ അതല്ല മുവാഫിഖാണോ, അഥവാ ഇമാമിനോടൊപ്പം തുടർന്ന് ശരിയായി തുടരുന്ന ആളാണോ അതല്ല വൈകി വന്ന് പിന്നാലെ വന്ന് കൂടിയ ആളാണോ എന്ന് നോക്കുന്ന മാനദണ്ഡം തന്നെ ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം കിട്ടുകയില്ല എന്നുള്ളതാണ്. കാരണം നിസ്കാരം ആരംഭിച്ചിട്ട് സമയം കിട്ടിയില്ലല്ലോ, എങ്ങനെ പൂർത്തിയാക്കിട്ട് ഓതാൻ സമയം കിട്ടിയില്ലല്ലോ. അതാ പറഞ്ഞ അത് കിട്ടുന്ന സമയം മുഴുവൻ ഫാത്തിഹ ഓതിരിക്കണം. ഫാത്തിഹ ഓതാതെ ഒരാൾക്ക് എന്ത് ചെയ്യാം, കൈകെട്ടി ഉടൻ തന്നെ ഇമാമിനോട് അയാൾ കൈകെട്ടി ഉടൻ തന്നെ ബിസ്മില്ലാ ഫാത്തിഹ ഓതി അയാൾ എന്ത് ഇയ്യാക്കന എത്തിയപ്പോഴേ ഇമാം എന്ത് റുക്കൂയിൽ പോയി, കുഴപ്പമില്ല, അയാൾക്ക് ഇമാമിനോടൊപ്പം റുക്കൂയിൽ പോകാം. അത്രേ വേണ്ടതുള്ളൂ, അയാൾക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ശരിക്കും അയാൾ ആരാണ്? അയാൾ മസ്ബൂഖാണ്. അയാൾ മസ്ബൂഖാണോ അല്ലെന്ന് പറയാനുള്ള മാനദണ്ഡം, ഒരാൾ ഇമാമിനൊപ്പം തുടർന്ന ശേഷം അയാൾക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയില്ലേ, ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടാത്ത ആൾ മസ്ബൂഖാണ്, കിട്ടിയ ആളോ മുവാഫിഖാണ്. അപ്പൊ കിട്ടിയ ആൾ നിർബന്ധമാണ്, ഫാത്തിഹ പൂർത്തിയാക്കി നിർബന്ധമാണ്. പക്ഷെ കിട്ടാത്ത ആള് എന്തേ വേണ്ടതുള്ളൂ, കിട്ടിയ എത്ര ഭാഗം അത്രേ ഭാഗം ഓതേണ്ടതുള്ളൂ. അപ്പൊ ഞാനിവിടെ പറയുന്നത്, അപ്പൊ ഒരാള് വൈകി വന്ന് തുടരുന്ന ആളാണെങ്കിൽ അയാൾ ഒരു പക്ഷേ ഇമാമ് കൈകെട്ടി ഉടനെ അല്പം കഴിയുമ്പോൾ തന്നെ അയാൾ വന്ന് തുടർന്നു. പക്ഷെ അയാൾ വന്ന് തുടർന്നിട്ട് എന്താണ്, അയാള് ഫാത്തിഹ ഓതുന്നതിന് പകരം അഊദ് മജ്ജത്തേക്ക് ഓതി കഴിഞ്ഞാൽ, ഈ അഊദ് മജ്ജത്തേക്ക് ഓതാൻ എത്ര സമയം എടുത്തു? ഇത്രയും സമയം അയാൾ ഫാത്തിഹയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ആളായിരുന്നു. അയാളത് ഓതാതെ ഫാത്തിഹ ഓതി, പിന്നെ അഊദ് മജ്ജത്ത് ഓതി പിന്നെ ഇമാം എന്ത് റുക്കൂലേക്ക് പോകുമ്പോൾ ഇയാളൊന്ന് റുക്കൂലേക്ക് പോയാൽ ഇയാളുടെ നിർബന്ധമായ ഫാത്തിഹാന്റെ ഇത്രയും കഥ ഓതിയിട്ടില്ല, പറ്റില്ല എന്ന് മാത്രമല്ല. അപ്പൊ ഇവിടെ മസ്ബൂക്കായ ആൾക്കാർക്ക് റക്അത്തിന്റെ വേറെ നിബന്ധനയുണ്ട്. ആ ഇമാമിന്റെ റുക്കൂവിന് ഇയാൾ എത്തിക്കുകയും വേണം. അപ്പൊ ഇയാൾ ഈ ഫാത്തിഹാന്റെ ഇത്രയും കഥ ഓതുകയും വേണം, ഇമാമ് റുക്കൂവിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ അയാൾ റുക്കൂവിൽ എത്തുകയും വേണം. അപ്പൊ അത് പ്രയാസം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ഇമാമിനോടൊപ്പം തുടക്കത്തിൽ തന്നെ ഇമാമിനോടൊപ്പം കൂടുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും കരണീയം, ഏറ്റവും നല്ലത് നമ്മൾ കൈകെട്ടി നമ്മൾ നിസ്കാരത്തെ പ്രവേശിച്ച ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഫാത്തിഹ അങ്ങ് തുടങ്ങുക. ആ ഇമാമിനോടൊപ്പം തന്നെ തുടരുകയാണോ, നമ്മൾ ഇമാം നിസ്കാരം തുടങ്ങുന്ന അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വജ്ജത്തും ഒക്കെ നമുക്ക് ഓതാൻ പറ്റും. അവിടെ നമ്മൾ എന്താണ്, ഇമാമിനോടൊപ്പം തുടർന്ന മുവാഫിഖായ മൗമുമാണ്. അപ്പോൾ മൗമിന് എന്ത് ചെയ്യുക, വൈകിയാലും കുഴപ്പമില്ല, ഇമാമ് നേരത്തെ പോയി നമ്മൾ ഫാത്തിഹയ്ക്ക് ഓതി പൂർത്തിച്ച് പതുക്കെ പിന്നാലെ പോയാൽ മതി. അപ്പൊ അത് ഇടയ്ക്ക് ഒന്ന് മസല ഓർമ്മപ്പെടുത്തിയതാണ്. മസല പറഞ്ഞാൽ പിന്നെ നമുക്ക് സമയം ഒരുപാടങ്ങ് പോകും, പറഞ്ഞിട്ട് കാര്യം എല്ലാം പഠിക്കേണ്ടതാണല്ലോ. റഫീഖ് സംശയം മനസ്സിലായില്ല? നിർവരി മനസ്സിലായി. അൽഹംദുലില്ലാ. അപ്പോ പഠിപ്പിച്ച അനുസരിച്ച് ഫാത്തിഹ സൂറത്ത് നിസ്കാരമില്ല. ഖാലിൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല ഇഖ്തസത്തിൽ ഫാത്തിഹത്തു ബിഅന്നഹ മബ്ദഉൽ ഖുർആൻ വഹാബിയത്തുൽ ലിജമീഇ ഉലൂമി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു പറഞ്ഞ പ്രത്യേകത എടുത്ത് പറയാണ്, ഫാത്തിഹ സൂറത്ത് അത് വ്യതിരിക്തമായിരിക്കുന്നു. കാരണം ആ വിശുദ്ധ ഖുർആന്റെ സമാരംഭം ആ ഫാത്തിഹയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മുഴുവൻ ഇൽമുകളെ ഒരുമിച്ച് കൂട്ടിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ.
മുഴുവൻ ഇൽമുകളെ എന്ത് ചെയ്യുക സൂറത്ത് ഫാത്തിഹ ഒരുമിച്ച് കൊടുക്കുക. കാരണം ഇഹ്തിമാഹി അല സനാഇ അല അല്ലാഹ് വൽ ഇഖ്റാർ ബി ഇബാദത്തി വൽ ഇഖ്ലാസി ലഹു വസുആലി ഹിദായത്തി മിൻഹു വൽ ഇശാറത്തി ലിൽ ഇഖ്തിറാഫ് ബിൽ അജ്സി അൽ ഖിയാമി ബിനിഅമിഹി വഇലാ ശൈഇൽ മആദി വബയാനി അഖിബത്തിൽ ജാഹിദീൻ. എന്താ പറയാൻ കാരണം? ഫാത്തിഹ സൂറത്ത് വിശുദ്ധ ഖുർആനെ മുഴുവൻ ഇൽമുകളെ എന്ത് ചെയ്യുക സമാഹരിച്ചിട്ടുണ്ട്, അതിന്റെ ഉൾക്കൊള്ളുന്നത് പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധന കൊണ്ട് സമ്മതിക്കലും ആ റബ്ബിന് വേണ്ടിയുള്ള സമർപ്പണവും ഒക്കെ എന്ത് ചെയ്യുക സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ആ അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കലുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടികളായ നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് ശരിയായ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കാൻ നമ്മൾ അശക്തരാണ് എന്ന സമ്മതം അതിലുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ ദുനിയാവിന് ശേഷം വരാനിരിക്കുന്ന ആഖിറത്തിനെ കുറിച്ച്, ആഖിറത്തിന്റെ കാര്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ആ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആൾക്കാരുടെ മോശമായ അന്ത്യത്തെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ സൂറത്തിൽ വരുന്നത് കൊണ്ട് ആ സൂറത്ത് ശുദ്ധ ഖുർആനെ മുഴുവൻ ആശയത്തെ ഉൾക്കൊണ്ട സൂറത്താണ് എന്ന് ബഹുമാനപ്പെട്ട അപ്പൊ ആ നിലയ്ക്ക് എന്താണ് വ്യതിരിക്തമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇനി പറയട്ടെ, ഫാത്തിഹത്തുൽ കിതാബി ആയാതുഹാ സബ്ഉൻ വഅബ്വാബുൻ നിറാനി സബ്അത്ത്. ഫാത്തിഹ സൂറത്തിന്റെ നമ്മൾ ആയത്തുകളുടെ എണ്ണം പറഞ്ഞു 7 എണ്ണമാണ്. അത് എണ്ണം ഇനി പിന്നെ വിസ്മയപ്പെടുത്തിയാലില്ലെങ്കിലും എന്താണ് അവിതർക്കിതമായ എണ്ണമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തുകളുടെ 7 എണ്ണമാണ്. അത് മനസ്സിലാക്കിക്കോ. വഅബ്വാബുൻ നിറാനി സബ്അത്ത്. അതുപോലെ നരകത്തിന്റെ വാതിലുകളുടെ എണ്ണം 7ആണ്. നരകത്തിന്റെ വാതിലുകളുടെ എണ്ണവും 7ആണ്. അതുകൊണ്ട് ഫമൻ ഫതഹ ലിസാനഹു ബിഖിറാഅതിഹ, ആരെങ്കിലും ഈ ഫാത്തിഹ സൂറത്ത് ധാരാളം ഓതുന്നവനാണെങ്കിൽ, ഫാത്തിഹ സൂറത്തിന് വേണ്ടി എന്റെ വാ തുറന്ന് ഓതുന്നവനാണെങ്കിൽ ഉഗ്ലിഖത്തു അൻഹു അൽ അബ്വാബു സബ്അ, നരകത്തിന്റെ 7 കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും. ആ സൂറത്തുൽ ഫാത്തിഹന്റെ ആയാത്തുകളുടെ മഹത്വം കൊണ്ട് ആ നരകത്തിന്റെ 7 കവാടവും. സ്വർഗത്തിൽ എത്ര കവാടം ഉള്ളേ? ആർക്കും പറയാം? 8 ആമാണ്. 7 8 ആരും ധൈര്യമില്ല. നീ ആരും പറയാണ്ടോ? എന്താ ഫഹദ് വാക്കസിന് എന്താ പറയാണ്ടോ? സ്വർഗത്തിന് എത്ര കവാടം ഉണ്ടെന്ന്, നരകത്തിന് കവാടം 7ആണെന്ന് പറഞ്ഞു. സ്വർഗത്തിന് എത്ര കവാടം ഉണ്ട്? ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാരും കാണാൻ പറ്റുന്നില്ല കേട്ടോ, അതിന് ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം കാതർക്ക് 7ന്റെ ആളല്ലേ? വേറെ ആർക്കൊരു അഭിപ്രായം ഉണ്ടോ? 7 വിട്ടില്ലാത്ത വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്തേലും പറയാ, ധൈര്യം വേണം. എന്തേലും പറഞ്ഞാൽ പോലെ, എന്തേലും മാനദണ്ഡം വേണം, അതിനെന്താ പറയാൻ പാടുള്ളൂ. അപ്പോഴേ നരകത്തിന്റെ കവാടങ്ങൾ 7 സ്വർഗത്തിന്റെ കവാടം 8 സ്വർഗത്തിന്റെ കവാടങ്ങള് അബുവാബുവ സമാനിയ, സ്വർഗത്തിന്റെ കവാടങ്ങൾ 8 അപ്പൊ നരകത്തിനേക്കാൾ വാതിലിന്റെ സ്വർഗത്തിലുണ്ട്. അതിലൂടെ നമുക്ക് പോകേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹന്റെ 7 ആയത്താണ്. ഈ സൂറത്തുൽ ഫാത്തിഹ നിരന്തരം പോകുന്ന ആൾക്ക് ആ സൂറത്തുൽ ഫാത്തിഹന്റെ ആയാത്തിലെ ബറക്കത്ത് കൊണ്ട് നരകത്തിന്റെ 7 കവാടം കുട്ടിയടക്കപ്പെടും. അള്ളാഹു ആ തൗഫീഖ് നമുക്ക് തരട്ടെ. പിന്നെ അതുപോലെ മനസ്സിലാകുമ്പോൾ ബിസ്മില്ലാഹ്. അപ്പൊ ഇത് ആര് പറഞ്ഞ ആശയാണ്? അജാനബിദോ ഇമാം റാസി റളിയല്ലാഹു പറഞ്ഞ ആശയാണ്. ഇമാം റാസി റളിയല്ലാഹുവിന്റെ 1-ാം വാള്യം 175 പേജിൽ ആശയുണ്ട്. അവിടുന്ന് പറഞ്ഞതാണ്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് 19 ഹർഫൻ 19 ഹർഫുകളാണ്. നമ്മൾ ബിസ്മി കൊണ്ട് എണ്ണി നോക്കിയാൽ അറിയാം. ബാവൽ ഹർഫ്, സീൻ ഹർഫ്, എങ്ങനെ നോക്കിയാൽ 19 ഹർഫുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ ജബാനിയാക്കളാകുന്ന മലക്കുകളുടെ എണ്ണം 19 അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. ആ മലകവാടത്തിൽ നിൽക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പന കേൾക്കുന്ന അതിഭീകരന്മാരായ മലക്കുകളാണ് ജബാനിയാക്കളാകുന്ന മലക്കുകൾ. ഒരു കരുണയുമില്ലാത്തവരാണ്. ആ മലക്കുകളുടെ എണ്ണം 17. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഹുറൂഫിന്റെ കണക്ക് കണ്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഹുറൂഫിന്റെ ബറക്കത്ത് കൊണ്ട് ഈ 19 ജബാനിയാക്കളുടെയും ബേസിനെ, അവരുടെ കുഴപ്പത്തെ, അവരുടെ ഇടങ്ങേറുകളെ ഇല്ലാതാക്കി തരും. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഹർഫുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 വലിയ പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആനിൽ 19 വലിയ ബന്ധമുണ്ട്. അപ്പൊ ആ 19 ജബാനിയാക്കളെ തടുക്കാൻ പറ്റിയ വളരെ പവർഫുൾ ആയ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹത്വം പറയാൻ മാത്രമേ ഇഷ്ടം പോലെ പറയാനുണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പൊ അതിന് സമയമില്ല. നമ്മുടെ സമയം ക്ലാസ് കഴിയാൻ സമയമായി. അപ്പൊ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ ഖുർആൻ അഹ്ലികാരായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
السلام عليكم ورحمة الله. شكرا جزاكم الله خير. അസ്സലാമലൈക്കും ഖാദിർക്ക. വലൈക്കും സലാം. എന്താണ് വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? ഖാദിർക്കയുടെ ഒരു വിവരമില്ലല്ലേ? അൽഹംദുലില്ലാഹ് റാഹത്താണ്. ദുആ ചെയ്യ് ഇതുപോലൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്ത്. ഇൻഷാ അല്ലാഹ്. ഒന്ന് വിസിറ്റിംഗ് അടിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് വരണ്ട്. മഹബയ്ക്ക് പോയോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ കുഴപ്പമില്ല. അല്ലാഹ് ദുആ ചെയ്യ്. ഓക്കേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സലാം.